ആ രാധേച്ചിന്റെ വീടിന്റെ കാര്യം ശരിയാക്കി കൊടുക്കണ്ടേ? ആ പേപ്പറിൽ ഞാൻ എടുത്ത് തന്നത് ഇതാണോ? വിളിച്ചു പറയും. ആയിക്കോട്ടെ. മെമ്പറെ, നിങ്ങളൊന്ന് കാണാൻ നിൽക്കുന്നു. എന്തേ കാര്യം? മെമ്പറെ, പഞ്ചായത്തിൽ കോഴിക്കോടുള്ള പൈസ പാസ്സായി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കുറെ ദിവസമായി ഞാൻ എന്റെ പിന്നാലെ നടക്കണം. അതിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്നും ശരി. അതൊക്കെ ശരിയാക്കി തരാം കേട്ടോ, എല്ലാം റെഡിയാക്കി തരാം. പിന്നെ അതൊന്ന് കുറിച്ചാ മറ്റാത് ഓർമ്മയിൽ ശരിക്കും ആണോ? മൂപ്പർക്ക് കോഴിക്കോടിന്റെ ഫണ്ട് ക്ലിയർ ആക്കി കൊടുക്കണല്ലേ? അല്ലാന്ന് എന്റെ പേരിൽ അപേക്ഷ കൊടുക്കാൻ അവിടെ. അതെന്തിനാ? നല്ല ഞമ്മക്ക് കാര്യമുള്ളൂ. ഒരു കാലായിട്ട് എനക്ക് അറിയില്ല. മനസ്സിലായി. അല്ല നമുക്ക് പിരിഞ്ഞാലോ? പിരിയാ. പിന്നെ മെമ്പറെ, ചില്ലറ എന്തെങ്കിലും ഉണ്ടാവും അതിൽ? എത്ര? ഒരു 500 500 ചില്ലറേ? 10 രൂപക്കല്ലേ ചില്ലറ? എന്നാ പിന്നെ ആ ഫണ്ടിന്റെ കാര്യം മറക്കണ്ട. പോണം. ആയിക്കോട്ടെ. അല്ല മെമ്പറെ, നിങ്ങൾ പെങ്ങളെ വെക്കാണല്ല ഇരിക്കണത്. ഓൻ എന്നും കാണാ തട്ടിമ്മ ഇരിക്കണേ. ഓന് പണിക്ക് പോലില്ലേ? എന്താണ് നിങ്ങൾ എന്തിനും സഹായിച്ചൂടാ ചെക്കനെ? എന്താ അവിടെ ഇരിക്കണേ? ഓനെ നല്ല സഹായിക്കലുണ്ട്. എന്നും ഉണ്ട് അവിടെ ഓനെ. പോയി നോക്കാം, നമുക്ക് നാളെ കഴിഞ്ഞിട്ട് പോവാം. എന്താടാ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കണേ? നേരം വെളുത്ത് വൈകുന്നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കാം. ആ പത്രമൊക്കെ ഒന്ന് എടുത്ത് വായിച്ചൂടെ? നമ്മളെ ലോകവിവരെങ്കിലും ഉണ്ടാവും. അതിനിപ്പോ പറയാം, ഞങ്ങളിപ്പോ പത്രം വായിക്കണമെന്നില്ല. ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നാൽ തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാൻ കഴിയും. ഇന്നിപ്പോ നിങ്ങളൊരു കാര്യം തന്നെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ രാവിലെ കുളിച്ച് ഡ്രസ്സ് മാറി പുറത്തേക്ക് ഇറങ്ങി നിങ്ങൾ പോകുകയാണെന്ന് തീരുമാനിച്ചു. അതിനുശേഷം വീണ്ടും നിങ്ങൾ കക്കൂസ് പോയില്ലേ? അതെങ്ങനെ ചേർന്നേ? അതിന്റെ ബാക്കിലേക്ക് കിടന്നുറങ്ങിയത്? അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതി. ഈ നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവം ഞങ്ങൾക്ക് അറിയാൻ കഴിയും. ഈ തേച്ച ഷർട്ട് ഇട്ടാണ്ട് കക്കൂസ് പോയി കഴിഞ്ഞാൽ അതിന്റെ ചുറ്റുഭാഗം ഇങ്ങനെ ചുടിച്ചിട്ടുണ്ടാവും. വെള്ള ഷർട്ട് പ്രത്യേകിച്ച് ഈ മെമ്പർമാരും ബ്രോക്കർമാരും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോ വെള്ള ഷർട്ട് ഇടുമ്പോൾ എനിക്ക് ഉണ്ടായിരുന്നത്. ഈ ജാതി ഒരു വളഞ്ഞിക്കണേ എന്റെ കമ്പനി വെറുതെ അല്ല ഒരു പണി ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് ആഴ്ചയോട് ഇട്ടെറിഞ്ഞു പോകുന്നത്. അതിനാ മുതലാളി ശരിയില്ല. എന്നും പണിക്കോണം, ഒരു ലീവും തരില്ല. അന്നൊക്കെ ഒരു പണി ഏൽപ്പിച്ചാൽ തന്നെ ഉറപ്പാ അത് ശരിയാവില്ല എന്നുള്ളത്. പിന്നെ മാമന്റെ കുട്ടി ഇന്നത്തെ വെച്ചോ അണക്കിപ്പോ അത്യാവശ്യമൊക്കെ വരുന്നതല്ലേ. പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും ഈ പൈസ ചെലവാക്കരുത്. 500 റുപ്യ ഉണ്ടത്. മാമൻ എപ്പോ ചോദിച്ചാലും ഈ പൈസ മാമന് കാട്ടിത്തരണം. മനസ്സിലായോ? എന്നാ മാമൻ പോട്ടെ. ചെലവാക്കാൻ പറ്റാത്ത പൈസ കണക്കെന്തിനാ? ശരിയാണല്ലേ മാമാ. അവിടേക്ക് എന്റെടാ ഇതേ മാമാ, നിങ്ങൾ എങ്ങാണ് വെച്ചോളി. ഇത് ചെലവാക്കാനും പറ്റൂല, ചൊടിക്കാനും പറ്റൂല. പിന്നെ എന്തോലൊക്കെ കാണുക. ഇതിനു വേണ്ടി ഉറക്കം വയ്ക്കാൻ ഞങ്ങൾക്ക് ആവൂല.